മഹാനവറുകളുടെ വലതുഭാഗത്ത് ശരീഅത്തിന്റെ കടൽ, ഇടതുഭാഗത്ത് ഹഖീഖത്തിന്റെ കടൽ. അത് തന്നെയാണ് മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞത്. വലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കടൽ ഉള്ളവർ. സഹോദരന്മാരെ, മടങ്ങണം നമ്മൾ. പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നമ്മൾ. മുഹയ്യിദ്ദീൻ മാല പാരായണം ചെയ്തേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം വിമർശിക്കപ്പെട്ടതുപോലെ മുഹയ്യിദ്ദീൻ മാലയും മാറ്റിവെക്കണമെന്ന് പറഞ്ഞ കാലത്താണ് നമ്മളുള്ളതെങ്കിൽ ആരാണ് മുഹയ്യിദ്ദീൻ മാലയ്ക്ക് ജന്മം നൽകിയതെന്നറിയോ? കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ, കോർവായിതൊക്കെയോ നോക്കിയെടുത്തോവർ. അതേ കോഴിക്കോട്ടുകാരനായ ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കണ്ട. 400 വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായ മുഹയ്യിദ്ദീൻ മാല, അറബി മലയാളത്തിലുള്ള മുഹയ്യിദ്ദീൻ മാല ഏറ്റവും പഴക്കമുള്ള അറബി മലയാള ഗ്രന്ഥമാണ് കേട്ടോ. ആ മുഹയ്യിദ്ദീൻ മാലയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മാല രചിച്ചത് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് തങ്ങളാണ്. 500-ലധികം ഗ്രന്ഥങ്ങൾ, 500-ലധികം ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകി ഈ കൈരളിക്ക് സമ്മാനിച്ച ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ഗ്രന്ഥം തന്നെയാ. അതേ അറിയണം നമ്മൾ. ഏതൊരു ഗ്രന്ഥത്തെ വിലയിരുത്തപ്പെടുന്നതും ഏതൊരു ഗ്രന്ഥത്തിന്റെ വാല്യൂ നിർണയിക്കുന്നതും അത് എഴുതിയത് ആരാണെന്ന് നോക്കിയിട്ടാണ്, ആരാണതിന് ജന്മം നൽകിയത് എന്ന് നോക്കിയിട്ടാണ്. അതേ ഖാളി മുഹമ്മദ് ഒരു കേവല സാധാരണ പണ്ഡിതനല്ല. 500-ലധികം ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകിയ മഹാനുഭാവൻ തന്നെയാ. എങ്ങനെ അതിനെ വിമർശിക്കാൻ കഴിയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹയ്യിദ്ദീൻ മാലയിലേക്ക് കടന്നുകൊണ്ട് സംസാരിക്കുന്നില്ല. ഔലിയാക്കളുടെ മദ്ഹ് പറയണം എന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. പൂർവസൂരികളായ മഹാരഥന്മാർ മുഴുവൻ ഔലിയാക്കളെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചും പാട്ടുപാടി തന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഹയ്യിദ്ദീൻ മാല പാടാൻ പാടില്ല എന്ന് പറഞ്ഞ പുത്തൻവാദികൾ അവര് തന്നെ അവരുടെ മൗലവിയെ കുറിച്ച് മാല ഇറക്കിയിട്ടുണ്ട്. ഉമർ മാല, മുഹയ്യിദ്ദീൻ മാല പാടാൻ പാടില്ല, നഫീസത്ത് മാല അത് അത്രയും പാടില്ല, റിഫായി മാല തീരെ പാടില്ല എന്ന് പറയുന്ന വിഭാഗം ഒരു മൗലവിയെ പറ്റി ഉമർ മാല ഇറക്കി. ഏതായി മൗലവി എന്നറിയോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച്, സാദാത്തുകളെ കുറിച്ച് കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറയലാണ് ഇയാളെ പ്രധാനപ്പെട്ട ഹോബി. എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചപ്പോൾ പുത്തൻവാദികൾ ഉമർ മാല ഇറക്കി. സ്വർഗത്തിലേക്കു കൂതിച്ചു ഹോ ചേതന, വേദന ശാന്തി തൻ സായുജ്യമാടുവാൻ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നഫീസത്ത് ബീവിയെ കുറിച്ച് നമ്മൾ പാടിയില്ലേ? ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ
ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നു. അത് പാടാൻ പാടില്ല പോൽ, റിഫായി ശൈഖിന്റെ മാല പാടാൻ പാടില്ല പോൽ. ഇങ്ങനെ തുടങ്ങി മഹാരഥന്മാരെ പാടാൻ പാടില്ല. എന്നിട്ട് അവസാനം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനക്കാരൊരു പാട്ട് പാടിയിട്ടുണ്ട്. 1980 അൽമനാർ മറിച്ചു നോക്ക്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമഃ. സഹോദരന്മാരെ മനസ്സിലാക്കണോ? ഇതാണോ ദീൻ? ഇതാണോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃക? ഔസുൽ ആലമിനെ കുറിച്ച് മഹാരഥന്മാര് പറഞ്ഞതെന്താണ്? ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുതുബായി വന്നോവർ. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ലോകത്തിന് പാടിക്കൊടുക്കുന്നത്. അല്ലാഹു മരണം വരെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ.